ഇവരുടെ കണക്കെങ്ങനെയാ? അണ്ണാ ഒരു പലിശ തരേണ്ട നാളെയാ. ഞങ്ങളൊരു ദിവസം നേരത്തെ പോകുന്നേ ഉള്ളൂ. അയ്യോ അയ്യോ ഇക്കാലത്ത് ഇത്രയും മനസ്സുള്ള നാട്ടുകാരുണ്ടോ? പലിശ തരേണ്ട നാളെ കൊണ്ടുവന്ന് ഇന്ന്. അതാണ് നേർക്ക് നേരെ നടത്തേണ്ട മാന്യമായ കച്ചവടം. ആ മണി, അതങ്ങ് വാങ്ങിച്ചു. എണ്ണി നോക്ക്. കൃത്യമാണോ? ആ ജോലിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അമ്മേ, അമ്മേ, മോനെ. സാവിത്രി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. മണി, അവന്റെ കയ്യിൽ നിന്ന് ആ കാശങ്ങ് വാങ്ങിച്ചു. ഇങ്ങെടുക്ക്. ആ കറക്റ്റാണ്. പവിത്ര, അപ്പോ പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഗുണശേഖരന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിച്ചാൽ കൃത്യസമയത്തിന് തിരിച്ചെത്തണം. കരയണ്ട സാവിത്രി. എന്റെയും കാലന്റെയും കണക്ക് ഒരുപോലെയാ. ഒരു സെക്കൻഡ് പോലും തെറ്റില്ല. കാലൻ കഴുത്തിൽ കയറിടുന്നത് നീ തിരിച്ചറിയില്ല. പക്ഷെ ഗുണശേഖരൻ കഴുത്തിൽ കയറിടുന്നത് നീ തിരിച്ചറിയും. ഇനി ഒരു തവണ ഇതുപോലെ മുടക്കം വന്നാൽ പിന്നെ നാണം, മാനം, കുടുംബത്തിന്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞേ ഗുണശേഖരന്റെ കാലിൽ വീണിട്ട് കാര്യമില്ല. മനസ്സിലായോടാ? മനസ്സിലായി, മനസ്സിലായി. അല്ല, നിങ്ങൾ കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പോയിട്ട് തിരക്കണ്ട. എന്നായിക്കോട്ടെ. എന്ത് സഹായം ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട. അതിപ്പോ പണത്തിന്റെ കാര്യമായാലും അല്ലേലും. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വെക്കോ. നിങ്ങളും ചെല്ല്. മണിയേ. ഓ, പെൺപിള്ളേര് കൊള്ളാലടാ. ഈ സത്യസന്ധതയുള്ള പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കാൻ നല്ല ചന്തമാ. ആരതി, അവിടെ നടന്നൊക്കെ കണ്ടിട്ട് കൈയും കാലും വരച്ചിട്ട് വയ്യ. എന്തൊരു ക്രൂരനായാള്. ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ തന്നെ നന്ദിനി. കൃത്യമായിട്ട് പണം കൊടുത്ത അയാള് നമ്മളോട് പെരുമാറിയതുപോലെ മാന്യായിട്ട് പെരുമാറും. അല്ലെങ്കിൽ അവരോട് കാണിച്ചതൊക്കെ നമ്മളോടും കാണിക്കും. ഇയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞാലും പ്രശ്ന. സൂര്യ സാറിനും യതീന്ദ്രൻ സാറിനൊക്കെ ഇതെല്ലാം വലിയൊരു നാണക്കേട് ഉണ്ടാവില്ല. നീ വെറുതെ ടെൻഷൻ ആവണ്ട. നമ്മളിപ്പോ അത്യാവശ്യത്തിന് ജോലി എടുക്കുന്നുണ്ടല്ലോ. കിട്ടുന്ന കാശ് കൂട്ടി വെച്ച് ആദ്യം നിന്റെ കടം തീർക്കാം. എന്നിട്ട് മതി എനിക്ക് എന്തെങ്കിലും. ആ സ്ത്രീ അയാൾ പിടിച്ചു വെച്ചത് കണ്ടപ്പോ ഒരു നിമിഷം ഞാനും അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന ആലോചിച്ചു പോയി. അതെ, കൺമുന്നിൽ കാണുന്നതിനൊക്കെ പേടിക്കാൻ തുടങ്ങുവാണെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ വന്നു, അയാൾക്ക് കൊടുക്കാനുള്ള പലിശ കൊടുത്തു, തിരിച്ചു പോകുന്നു. അല്ലാതെ ഇനി ഗുണശേഖരന്റെ ക്രൂരതകളെ കുറിച്ച് ആലോചിച്ച് ഇനി ഉറങ്ങാതിരിക്കണ്ട. നടക്കങ്ങോട്ട്. ഒരു കോളെടുത്ത് സംസാരിക്കാൻ വേണ്ടി വണ്ടി ഒതുക്കിയതാ. എത്ര നന്നായി. അപ്പൊ നന്ദിനി മോൾക്ക് പലിശക്കടമുണ്ട്. പലിശ മുടങ്ങിയാൽ കുഴപ്പമാകുന്ന പലിശക്കടം. എന്തായാലും പന്ത് എന്റെ കോർട്ടിലെത്തിയല്ലോ. ഇനി നന്ദിനി കൊച്ചിനെ കളി ഞാൻ പഠിപ്പിച്ചോളാം.
നന്ദിനിയുടെ അച്ഛന്റെ കഴുത്തിൽ ഞാൻ മാലയിട്ടപ്പോ, നന്ദിനിയുടെ അച്ഛന് ഞാൻ സ്വർണ്ണ നാണയം കൊടുത്തപ്പോ എന്റെ അമ്മയുടെ മുഖം നീ ഒന്ന് കാണേണ്ടതായിരുന്നു. ദ ഗ്രേറ്റ് പത്മ മേഡം. മുഖത്തൊരു തരി രക്തമില്ലാതെ മരിച്ചതിന് തുല്യമായിട്ട് ദാ അങ്ങനെ അങ്ങ് നിന്നു. അല്ല സൂര്യ, എനിക്ക് മനസ്സിലാവാത്തതേ, നിനക്ക് ഈ ഐഡിയ ഒക്കെ എവിടുന്നാ കിട്ടുന്നേ? ഓരോ സമയത്തും ഓരോ വെറൈറ്റി ആണല്ലോ. എടാ, ഒരാളെ തോൽപ്പിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ 1000 വഴികള് നമ്മുടെ മുമ്പിൽ അങ്ങനെ തെളിഞ്ഞു വരും വേഗേ. അതിലേറ്റവും നല്ലത് നമ്മൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യം, ആ, ഈ വിഷയത്തിന്റെ പേരില് കണ്ണീര് കുടിക്കാൻ പോകുന്നതേ പാവം നന്ദിനിയാണ്. നീ കട്ടയ്ക്ക് കൂടെ നിന്നോണം, അല്ലെങ്കിൽ ആ പാവം വിഷമിച്ച് ചത്തുപോകും. എടാ, അയാളെ ഞാൻ അങ്ങനെ ഒറ്റപ്പെടുത്തില്ലടാ. അയാൾ എനിക്കുണ്ടല്ലോ. ആ, നിനക്കുണ്ടല്ലോ. നീ അത് കള. അങ്ങനെ കളയാൻ പറ്റില്ല. നന്ദിനി നിനക്ക് ആരാ? നിന്റെ മനസ്സിൽ നന്ദിനിയുടെ സ്ഥാനം എന്താ? പറടാ. അതിപ്പോ അങ്ങനെ ചോദിച്ചാ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു നീ എന്താണ് ഇങ്ങനെ കുത്തി ചോദിക്കുന്നത്? നന്ദിനി ഈസ് മൈ ഫ്രണ്ട്. അത് തന്നെ. ഫ്രണ്ടോ? അല്ല, അതുപോലെ നീയും ഭാരതിയും നല്ല ഫ്രണ്ട്സ് അല്ലേ? അതുപോലെയാണെന്ന് കൂട്ടിയാ മതി. അങ്ങനെ പറ്റില്ല. നന്ദിനിക്ക് നിന്റെ മനസ്സിലെ സ്ഥാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റും. നിർത്താ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തുടങ്ങിയാ അത് നമ്മുടെ കേറി ഞാൻ പോവല്ലടാ. അതെ, നന്ദിനി എനിക്ക് എല്ലാം വേണം, എല്ലാം. പോരെ? വിളിക്കും നിന്റെ പൊണ്ടാട്ടി ആയിരിക്കും. അതിൽ സംശയമൊന്നുമില്ല. ഹലോ, ആ ആരതി, ഞാനും സൂര്യയും കൂടി സൂര്യക്ക് കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഹേയ്, ഇല്ല, വൈകില്ല. 2-3 ഡ്രസ് എടുക്കുന്നു, പുറത്തിറങ്ങുന്നു. എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക്. സൂര്യയുടെ വീട്ടിലേക്ക്, അത്രേ ഉള്ളൂ. ഏയ്, കുടിച്ചിട്ടൊന്നുമില്ല. കുടിക്കില്ല. ആ, എന്നാ ശരി. രക്ഷപ്പെട്ടു. ഇത് റോങ് അല്ലടാ. നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ഭാര്യയോട് കള്ളം പറയാന്ന് പറഞ്ഞാ അത് റോങ് അല്ലടാ. എടാ, അവൾ അങ്ങനെയൊക്കെ ചോദിക്കെങ്കിലും അവൾക്കറിയാടാ. പിന്നെ ഞാൻ ചെല്ലുമ്പോ മുഖം വീർപ്പിച്ചിരിക്കും. അത് മാറ്റാനേ എന്റെ ഒരു സൂത്രമുണ്ട്. അതെന്ത് സൂത്രം? നീ ഇത് പിടിച്ചേ.